നമസ്കാരം, എൻ്റെ പേര് സുജിത്ത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. റൈറ്റിംഗ് പ്രൊഫഷണലായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അവർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കില്ല ഇത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, ഒരു കഥ മനസ്സിലുണ്ട്, എങ്ങനെ തിരക്കഥയാക്കണം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കഥ എല്ലാവർക്കും എഴുതാൻ സാധിക്കും എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ കഥ തന്നെയാണ്. വളർന്നു വന്ന കാലഘട്ടം അല്ലെങ്കിൽ ജീവിച്ച ജീവിതം, അതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുമല്ലോ. ആ അനുഭവങ്ങൾ ഒരു ഓർഡറിൽ എഴുതാൻ സാധിച്ചാൽ അത് തന്നെയാണ് തിരക്കഥ. അത് സിനിമയുടെ ചട്ടക്കൂടിലേക്ക് വരുന്നു എന്ന പ്രത്യേകതയുള്ളൂ. ലളിതമായി ഇങ്ങനെ നമുക്ക് പറയാമെങ്കിലും നല്ല ശ്രമം ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെയോ കവിത എഴുതുന്ന പോലെയോ ഒക്കെയുള്ള നൈസർഗികമായ ഒരു വാസനയാണോ എഴുത്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ടൂൾസ് എല്ലാം വെളിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണം. എല്ലാം ഒന്ന് അസംബിൾ ചെയ്യാൻ സാധിച്ചാൽ ഒരു റൈറ്ററായി മാറാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും എഴുത്തിനോടൊരു താല്പര്യം ഉണ്ടാവണം. എന്നാൽ ആ താല്പര്യം നന്നായി വളർത്തിയെടുക്കാൻ സാധിച്ചാൽ ഒരു റൈറ്റർ ആവാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സീൻ എഴുതി തുടങ്ങുന്നതിന് മുമ്പായി പേപ്പർ ഫോൾഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു മാർജിൻ ഉണ്ടാവും, തുടർന്ന് പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യും. ഇടതുവശത്ത് മുകൾ ഭാഗത്തായിട്ട് സീൻ നമ്പർ ഇടും. തൊട്ട് താഴെ ഡേ ഓർ നൈറ്റ് എന്നുള്ള ഇടും. അതിന് തൊട്ട് താഴെ ഇന്റീരിയർ ഓർ എക്സ്റ്റീരിയർ, അത് അകത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്, പുറത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കും. വലതു ഭാഗത്ത് ക്യാരക്ടേഴ്സ് ആണ്. ഈ സീനിൽ ഉൾപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെ ആണെന്നുള്ളതിൻ്റെ പേര് വിവരങ്ങളാണ് വലതു ഭാഗത്ത് വരുന്നത്. ഇടതു ഭാഗത്ത് താഴേക്ക് വിവരണങ്ങൾ എഴുതും. ഈ സീനിൻ്റെ വിവരണങ്ങളാണ് തുടർച്ചയായി താഴേക്ക് എഴുതുന്നത്. വലതു ഭാഗത്ത് ഈ സീനിൽ വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ സംഭാഷണങ്ങളാണ്. വലതു ഭാഗത്ത് സംഭാഷണങ്ങൾ എഴുതി പോകും. ഈ രീതിയാണ് സാധാരണഗതി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. പിന്നെ തുടർച്ചയായി എഴുതി പോകുന്ന മറ്റൊരു രീതിയുണ്ട്. അത് ഇന്റർനാഷണൽ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു രീതിയാണത്. അതായത് വിവരണം എഴുതും. നോർമലി ഇങ്ങനെ പേപ്പർ ഫോൾഡ് ചെയ്യത്തില്ല, വിവരണം ഇവിടെ എഴുതും, അതിന് താഴെ തന്നെ ആയിട്ട് ഡയലോഗ്സ് വരും. അങ്ങനെ തുടർച്ചയായിട്ട് എഴുതി പോകുന്ന രീതിയാണ് ഇന്റർനാഷണൽ രീതി നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ ഇവിടെ സാധാരണയായി കാണുന്നത് ഇങ്ങനെയാണ്. പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡിലെ വിവരണവും മറുവശത്ത് സംഭാഷണവുമായിട്ടുള്ള രീതിയാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. മറ്റൊരു കാര്യം സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സ്റ്റൈലാണ്. അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. എഴുതി തുടങ്ങിയതിന് ശേഷം സ്വയം കണ്ടെത്തേണ്ട ഒന്നാണ് അത്. ഓരോരുത്തരിലും സ്ട്രെങ്തും വീക്ക്നെസ്സും വ്യത്യസ്തമായിരിക്കും. നമ്മൾ എഴുതി വരുന്ന സമയത്ത് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്ന ഒന്നാണ്. ചില ആളുകൾ വളരെ വേഗം സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകളുണ്ട്. സീൻ ടു സീൻ 2, 4, 5 സീനുകൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകുന്ന ആളുകളുണ്ട്. വളരെ ഫാസ്റ്റ് ആയിരിക്കും അവരുടെ എഴുത്ത് രീതി. എന്നാൽ മറ്റു ചിലർ വർഷങ്ങളോളം ടൈം എടുത്താണ് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഒരു പ്ലോട്ട് മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സാവധാനം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന് 2-3 വർഷങ്ങളോളം ചിലപ്പം എടുക്കുന്നിരിക്കും. ആ കഥ പൂർണ്ണ രൂപം പ്രാപിച്ച് ഒരു സ്ക്രിപ്റ്റായിട്ട് മനസ്സിൽ ഉരുത്തിരിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർ പേപ്പറിലേക്ക് പകർത്തുന്നത്. പേപ്പറിലേക്ക് പകർത്തുന്ന ആ പ്രോസസ്സ് 2-3 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ കഥ മനസ്സിൽ ഉറയ്ക്കുന്നതിന് അല്ലെന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ പ്രോസസ്സിന് 2-3 വർഷത്തോളം എടുക്കുന്നിരിക്കും. അങ്ങനെ പല രീതിയിൽ എഴുതുന്നവരുണ്ട്. സംഭാഷണം മാത്രം എഴുതുന്ന ആളുകളുണ്ട് ആദ്യം, അതിനുശേഷം വിവരണം എഴുതും. വിവരണം മാത്രം എഴുതിയതിന് ശേഷം അതിലേക്ക് സംഭാഷണങ്ങൾ ആഡ് ചെയ്യുന്ന ആളുകളുണ്ട്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു രീതിയാണ് ഒരു പ്ലോട്ട് എടുത്തതിന് ശേഷം ഒരു ഗ്രൂപ്പ് ആളുകൾ ചേർന്ന് അതിനെ വികസിപ്പിക്കുന്നത്. അപ്പം പല ആംഗിളിൽ നിന്ന് ആ കഥയെ നോക്കിക്കാണാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. ഇനി കഥ ഏത് ജോണറിൽ പെടുന്നതാണെന്ന് ആദ്യം തീരുമാനിക്കണം. റൊമാൻസ് ആണോ, ത്രില്ലറാണോ, ഹൊററാണോ, ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ളതാണോ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കഥയെന്ന് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. നമുക്കറിയാവുന്ന നമ്മുടെ സ്കൂൾ ലൈഫിലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എടുത്തിട്ട് എഴുതാം. ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഒക്കെ ഒരു ധാരണ ഉണ്ടാവണം. കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എടുക്കാം. അതായത് സ്കൂൾ ലൈഫിലെ പ്രണയം. സ്വാഭാവികമായിട്ടും
സ്കൂൾ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒന്നാണ്. ഇനി വൺ സൈഡ് ലവ് എങ്കിലും ഇല്ലാത്ത ആളുകൾ കുറവാണ്. അതിനെക്കുറിച്ച് എഴുതാം. ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസ് എഴുതാം. ഞാനിവിടെ കോമൺ ആയിട്ടുള്ളൊരു ഈ വിഷയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്കൂൾ ലൈഫിലെ പ്രണയം. ഒരു UP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രണയം ആണ് പറയുന്നത്. സ്കൂൾ മാറി വരുന്ന ഒരു പെൺകുട്ടി അവനെ ആദ്യമായിട്ട് കാണുന്നതും അവർ തുടർന്ന് സൗഹൃദത്തിലാവുന്നതും ആ സൗഹൃദം പ്രണയമായി വളരുന്നതും തുടർന്ന് 10th എക്സാമിന് തൊട്ടു മുൻപ് അവൾ നാട് വിട്ട് പോകേണ്ടി വരുന്നതിനെ തുടർന്ന് ആ പ്രണയം നഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള ഒരു 10-15 സീനോളം വരുന്ന സ്ക്രിപ്റ്റിൻ്റെ ഒരു ബേസിക് സംഭവമാണ്. അത് ഞാനിവിടെ കൊടുക്കാം. എങ്ങനെയാണ് ഒരു സംഭവം പ്ലോട്ട് ഡെവലപ്പായി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിലെ ചെറിയ ഒരു സംഭവം ഇതുപോലെ തന്നെ എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് എഴുതി സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുക. അത് തുടർന്ന് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യാം. ഒരു താല്പര്യം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പം ഈ പ്ലോട്ട് എടുത്തിട്ട് ഒന്ന് കൊടുക്കാം. സ്ക്രിപ്റ്റ് അതിൻ്റെ ഒരു സീൻ കംപ്ലീറ്റ് എഴുതാം. ബാക്കി വൺ ലൈൻ എന്താണെന്ന് ഞാൻ പറയാം. അപ്പം വൺ ലൈനും സ്ക്രിപ്റ്റും കൂടെ ചേർത്ത് ഞാനിവിടെ കൊടുക്കാം. ഒരു ചെറിയ ചിന്ത എങ്ങനെ തിരക്കഥയായി വികസിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ കൊടുക്കുന്നത്. എഴുതി തുടങ്ങുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്ന് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രം. യഥാർത്ഥത്തിൽ വൺ ലൈൻ എഴുതുന്നത് ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ടാവും. ഒരു സീനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ചുരുക്കമാണ് വൺ ലൈനിൽ ഉണ്ടാവുക. 2-3 സെൻറ്റൻസ് മിക്കവാറും ഉണ്ടാവാറുണ്ട്.